ഇനിയും എന്താണ് ഒരു DNA ടെസ്റ്റ് എന്നുള്ള ഒറ്റ കോംപ്ലിക്കേറ്റഡ് കാര്യം പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോവാണ്. ഇനി എത്ര ദിവസം ആവും അറിയില്ല. എന്താണ് ശവത്തെ വെച്ചിട്ട് ആഘോഷിക്കരുത്. കർണാടക ആയിക്കോട്ടെ, കേരള ആയിക്കോട്ടെ, അതിനെ അർഹിച്ച ബഹുമാനം കൊടുത്ത് ഈ വീട്ടുകാർ ഓരോ സെക്കൻഡും തീ തിന്ന് ജീവിക്കുകയാണ്. എനിക്ക് ആ ഒരു രംഗം കാണുമ്പോൾ ഗംഗാവലിപ്പുഴ കുത്തി ഒഴുകണ ഒരു സമയമാണ് ജൂലൈ 16, 17, 18 ആ സമയത്ത് പുഴയിലേക്കാണ് ഈ വണ്ടി പോയതെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പിന്നെ ജീവനോട് ഉണ്ടാവൂല എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയെന്നുള്ളത് ഇനി ഒരു കൺഫ്യൂഷന്. ഒരു വിദഗ്ധന്മാരുടെ ഒരു സാന്നിധ്യം കുറവാണ്. ഭയങ്കര ലാഗിങ് ആണ് കർണാടക. മനുഷ്യന്റെ വില 5 പൈസന്റെ വില ഉണ്ടാവില്ല മനുഷ്യന്മാർക്ക് അവിടെ. ആ നാട്ടിനെ നമ്മൾ കുറെ മാറ്റിയെടുത്തിക്കണ് ഈ ഒരു വിഷയത്തിലൂടെ. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇന്നും ഇപ്പൊ അവന്റെ ശരീരം കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നത്തേക്ക് 3 ദിവസമായി. ഇനിയും എന്താണ് ഒരു DNA ടെസ്റ്റ് എന്നുള്ള ഒറ്റ കോംപ്ലിക്കേറ്റഡ് കാര്യം പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോവാണ്. ഇനി എത്ര ദിവസം ആവും അറിയില്ല. എന്താണ് ശവത്തെ വെച്ചിട്ട് ആഘോഷിക്കരുത്. കർണാടക ആയിക്കോട്ടെ, കേരള ആയിക്കോട്ടെ, അതിനെ അർഹിച്ച ബഹുമാനം കൊടുത്ത് ഈ വീട്ടുകാർ ഓരോ സെക്കൻഡും തീ തിന്ന് ജീവിക്കുകയാണ്. കർണാടക ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് മുൻകൈ എടുത്തിട്ട് ഇവിടേക്ക് ഓൻ എത്തിക്കുക, നമുക്ക് ഓനക്ക് നല്ലൊരു വരവേൽപ്പ് കൊടുക്കുക, വിടവാങ്ങുക.